താനൂർ ബോംബ് സ്ഫോടനം ഉണ്ടാകുന്ന ആ സമയത്ത് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ 90കളുടെ തുടക്കത്തിൽ 90, 91, 92 ആ കാലത്ത് മലപ്പുറം ജില്ലയിൽ തിയേറ്ററുകൾക്ക് തീ വയ്ക്കുക. ആരാ തീ വെച്ചെന്ന് കണ്ടുപിടിയില്ല, ഇല്ലേ? ഒരു സീരിയലായിട്ട് 10, 14 തിയേറ്ററുകൾക്ക് മലപ്പുറം ജില്ലയിൽ തീ വയ്ക്കുക. ബിവറേജസ്, ഈ മദ്യശാലകൾക്ക്, ചാരായ ഷാപ്പുകൾക്ക് തീ വയ്ക്കുക. ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടാവും. അപ്പോൾ ഇത് മൊത്തത്തിലുള്ള പ്രചാരണം എന്താണ്? മുസ്ലിം മതമൗലിക സംഘടനകൾ ഈ അവർക്ക് ഹറാമായ കാര്യങ്ങൾ, സിനിമ, മദ്യമൊക്കെ ഹറാമാണല്ലോ, തീ വെച്ച് നശിപ്പിക്കുകയാണെന്നാണ്. ഈ താനൂർ കേസന്വേഷണത്തിൽ തെളിഞ്ഞ വേറൊരു കാര്യമുണ്ട് ഇതിന് പിന്നിലും. അതായത് ഈ സംഭവങ്ങൾക്കെതിരെ BJPയും RSSും വലിയ പ്രൊട്ടസ്റ്റ് സംഘടിപ്പിക്കാതിരിക്കുകയാണ്. ഈ കേരളം കശ്മീരാകുന്നു അങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളുണ്ടല്ലോ. ഈ താനൂർ സ്ഫോടനം ഉണ്ടായപ്പോൾ ഈ പ്രൊട്ടസ്റ്റ് അങ്ങ് നിന്നുപോയി. ഈ പ്രൊട്ടസ്റ്റ് നിന്നുപോയി. അത് ഇത് രണ്ട് നമ്മൾ കൂട്ടി വായിക്കണം. എന്ന് മാത്രമല്ല, ഈ പറയുന്ന ശ്രീകാന്ത് എന്ന് പറഞ്ഞ വ്യക്തി ഒരു കൊലക്കേസ് പ്രതിയായി ഒളിവിൽ കഴിയുകയാണ് മലപ്പുറത്ത്. അയാളൊരു CPI കാരനെ കൊന്ന കേസിലെ പ്രതിയാണ്. ഇപ്പോൾ ഇയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇയാളുടെ ഐഡൻറ്റിറ്റിയെ പറ്റി ആർസാരൊന്നും പറയില്ല, ആരാ മരിച്ചതെന്ന് പറയില്ല. കുറേ നേരം സുനിൽ എന്ന പേരൊക്കെ പറയുന്നു, വേറെ പേരുകൾ പറയുന്നു. ഇപ്പോൾ ഇയാളുടെ ബോഡി ഏറ്റെടുക്കാൻ വേണ്ടി സഹോദരനാണെന്ന് പറഞ്ഞ ആശുപത്രിയിൽ വേറൊരാൾ ചെന്നപ്പോൾ നിങ്ങൾ സഹോദരനാണെന്ന് തെളിയിക്കാൻ പറഞ്ഞപ്പോൾ അയാൾ മുങ്ങി. അതായത് ശ്രീകാന്താണെന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നമാണ്. ഇയാൾ കൊലക്കേസ് പ്രതിയാണ്, ഒളിവിൽ നിന്നിട്ടാണ് ഇയാൾ ബോംബ് ഉണ്ടാക്കാൻ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ മലപ്പുറത്തെ സകല ശാഖകളിലും ബോംബ് നിർമ്മാണം പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അന്ന് മലപ്പുറത്ത് ദൈവം രക്ഷിച്ചു. പക്ഷേ എല്ലായ്പ്പോഴും ദൈവം രക്ഷിക്കില്ല, ഇതാണ് പ്രശ്നം. എനിക്ക് ഓർമ്മയുള്ള വേറൊരു കാര്യം കൂടി പറയാം. എറണാകുളം ജില്ലയിൽ RSS അത്ര സ്ട്രോങ് ആയിട്ടുള്ള ജില്ലയല്ല മറ്റു ജില്ലകളെ അപേക്ഷിച്ച്. BJPയുടെ ഒരു ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നു, വാമനപ്രഭു എന്നാണ് അയാളുടെ പേര്. വാമനപ്രഭു ഈ സംഭവങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ഇതെല്ലാം വളരെ സെൻസിറ്റീവായ സ്ഥലങ്ങളിലാണ് നടക്കുന്നത്. അപ്പോൾ താനൂർ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഏരിയയാണ് മലപ്പുറം ജില്ലയിൽ, തീരപ്രദേശമാണ്. മുമ്പ് ചെറിയ വർഗീയ ക്ലാഷുകളൊക്കെ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ്. ഇതുണ്ടാവുന്നത് മട്ടാഞ്ചേരിയിലാണ്. ഈ വാമനപ്രഭുവിൻ്റെ വീട് മട്ടാഞ്ചേരിയിലാണ്. വാമനപ്രഭുവിൻ്റെ വീട്ടിൽ ബോംബ് കൂട്ടുവാണ്. വൻ പ്രശ്നമായി. BJP ആരോപിച്ച് CBI അന്വേഷിക്കണം, ഇത് തീവ്രവാദികൾ എറിഞ്ഞ ബോംബാണ്, CBI അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ അനിയൻ ഒരു വേണുഗോപാൽ ഹൈക്കോടതിയിൽ പോയി. ഈ കേസ് CBI അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി കൊണ്ടുമ്പോൾ പോലീസ് വളരെ സീരിയസ് ആയിട്ട് എടുത്തു. കാരണം CBIക്ക് വിടുക എന്ന് പറഞ്ഞാൽ മോശമാണല്ലോ, കേരളത്തിലല്ലേ, നയനാർ ഭരിക്കുന്ന സമയമാണ്. അപ്പോൾ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് ഊർജ്ജിതമായ അന്വേഷണം നടത്തുന്നത്. തപ്പി ചെന്നപ്പോൾ എന്താണ്, ഇത് ഇയാളുടെ വീട്ടിൽ ബോംബ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബോംബ് പൊട്ടിത്തെറിച്ചതാണ്. അവസാനം ഈ വേണുഗോപാലിനെ അറസ്റ്റ് ചെയ്ത്, അതായത് CBI അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി പോയ വേണുഗോപാലിനാണെന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2007 ഈ അതിനുശേഷം, ഇത് 2000 ആണ്ടിലാണ് നടക്കുന്നത്, 99, 2000 ആണ്ടിലാണ് നടക്കുന്നത്. അതിനുശേഷം ഈ കേരളത്തിൽ, ഇന്ത്യയിൽ മൊത്തം ബോംബ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ട്, 2000 മുതൽ 2010 വരെയുള്ള സമയം. ആ സമയത്ത് ആലുവയിൽ വേറെ സ്ഥലമുണ്ട്, തുരുത്ത്. അവസ്ഥ ആ പെരിയാറിന് നടുക്കുള്ള ഒരു ചെറിയ ദ്വീപ്. ഈ തുരുത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഈ തുരുത്തും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലമാണ്. ഈ തുരുത്തിനെ പറ്റി അപസർപ്പകഥകൾ എഴുതാണ് മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട പണി. ഈ ജനയുഗം എന്ന് പറഞ്ഞ CPIയുടെ ഒരു പത്രം അറിയത് കേരളത്തിലെ ഭീകര തുരുത്ത് എന്ന് പറഞ്ഞിട്ട് അവരെ പറ്റി ഇത് എഴുതിയിട്ടുണ്ട്. എന്ത് ഈ പരമ്പര എഴുതിയിട്ടുണ്ട്. ഇവിടെ RSSൻ്റെ, അത് എഴുതിയത് വേറെ ആംഗിളിലാണ്, RSSന് ശാഖയുള്ള സ്ഥലമാണ്. അവിടെ ഒരു ദിവസം മീൻ പിടിക്കാൻ പോയൊരു ഒരു യുവാവ് മേലാകെ ഇങ്ങനെ ചീളുകൾ തറച്ച് രക്തത്തിൽ കുളിച്ചാണ് കണ്ടു. അടുത്ത് ആശുപത്രി കൊണ്ട് നോക്കുമ്പോൾ RSSകാരനാണ് അയാൾ. ബോംബ് ഉണ്ടാകുമ്പോൾ പൊട്ടിയതാണ്. ആ സംഭവത്തിൽ അയാൾ അങ്ങോട്ട് ആക്രമിച്ചാണെന്ന് പറഞ്ഞാൽ വൻ പ്രചാരണമായിരുന്നു. ഈ തുരുത്തൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ കമ്മ്യൂണൽ ടെൻഷൻ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ ആലുവയിലെ തുരുത്ത് എന്ന് പറയുന്നത്. അത് ഈ ബോംബ് പൊട്ടിച്ചപ്പോൾ ഈ കേസുകളിലൊന്നും ഒരന്വേഷണവും നടക്കില്ല. പോലീസൊന്നും അന്വേഷിച്ചിട്ടില്ല. ഇപ്പോൾ താനൂർ കേസ് തന്നെ, അങ്ങനെയാണെങ്കിൽ അത് എവിടെയൊക്കെ അന്വേഷിക്കണം? ഈ ബോംബ് പൊട്ടിയ സംഘടനയിലേക്ക് അന്വേഷണം പോണ്ടേ? ആണല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ ഭീകരാക്രമണം ഉണ്ടായി, ഇപ്പോൾ ഒരു ഭീകരാക്രമണം ഉണ്ടായി, പോലീസ് അന്വേഷിച്ചോണം അവർ പോവും, അതിൻ്റെ തലവനെ അവർ അറസ്റ്റ് ചെയ്യും, അല്ലേ? ഈ നടക്കുന്നതൊക്കെ ഭീകരാക്രമണങ്ങളാണ്. ബോംബ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ മറ്റൊരു ശ്രീകൃഷ്ണ ജയന്തിയിലേക്ക് ബോംബ് എറിഞ്ഞ് കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെയൊക്കെ അന്വേഷണം അവിടെ വരെ പോകണം, RSS നേതൃത്വത്തിലേക്ക് പോകണം. അതൊന്നും പോയില്ല. ഇപ്പം തന്നെ ആലോചിച്ച് നോക്കി. ഇന്ന് നമ്മുടെ റിപ്പോർട്ടർ ആ സ്ഥലം, ഈ ബോംബ് സീസ് ചെയ്ത സ്ഥലം ചെന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു പേപ്പറിൽ 2-3 പേരെഴുതി വെച്ചിട്ടുണ്ട്. അത് സാക്ഷികൾ, ഈ സീസർ മസർ എന്ന് പറഞ്ഞ സാധനമുണ്ട്, സാധനം പിടിച്ചെടുക്കുമ്പോൾ അതിന് സാക്ഷികൾ വേണം. അപ്പോൾ അതിൽ 1ാം സാക്ഷിയുടെ പേര് എഴുതിയിട്ടുള്ളത് ഈ കേസിൽ കസ്റ്റഡിയിലുള്ള പ്രതിയായ സുരേഷിനെയാണ്. പിന്നെ 2 പേരുകൂടി എഴുതുന്നുണ്ട്. അപ്പോൾ ഈ പേരാരാന്ന് അറിയാൻ വേണ്ടി നമ്മുടെ റിപ്പോർട്ടർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുമ്പിൽ 2 BJPക്കാർ ഇരിക്കുക. അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ ഇത് ഞങ്ങളാണ്, ഞങ്ങളെ കൊണ്ട് ഇത് എഴുതിപ്പിച്ചിട്ടുണ്ട്. പിന്നെന്താ, അപ്പോൾ ഇയാളെ ഏത് പാർട്ടിക്കാരനാണ്? അയാൾക്ക് പാർട്ടിയൊന്നുമില്ല. ആരാ പറയുന്നത്? BJPയുടെ അവിടുത്തെ മണ്ഡലം പ്രസിഡന്റാണ് പറയുന്നത്. അയാൾക്ക് പാർട്ടിയൊന്നുമില്ല. ആ വീട് കണ്ടാൽ അറിഞ്ഞൂടെ അയാൾക്ക് പാർട്ടിയൊന്നുമില്ല എന്ന്? അത് നമുക്കറിയില്ല. അയാളെന്താ ചെയ്തതെന്ന് നമുക്കറിയില്ല. അത് ഇതൊരു രീതിയാണ്. ഇതൊരിക്കലും ഈ അന്വേഷണം മുന്നോട്ട് പോകാനേ പോകുന്നില്ല. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന മൂത്താന്തറ, ഈ പറയുന്ന ഏരിയകളിൽ തൊട്ടടുത്ത് മേപ്പറമ്പ് എന്ന് പറയുന്ന ഒരു മുസ്ലിം മജോറിറ്റി ഏരിയ ഉണ്ട്. അതിന് തൊട്ടടുത്താണ് മറ്റേ സിറാജുനിസ കൊല്ലപ്പെട്ട പുതുപ്പള്ളി തെരുവ്. അപ്പോൾ ഈ ഇത്തരം ഏരിയകളിലൊക്കെ കൊണ്ട് ഈ ബോംബ് വെച്ചാൽ, അല്ലെങ്കിൽ ഒന്നും വേണ്ട. ഇപ്പോൾ അത് RSSൻ്റെ സ്കൂളല്ലേ. ഈ RSSൻ്റെ ഈ വേദവ്യാസ പീഠം എന്ന് പറഞ്ഞാൽ 2-3 സ്കൂളുകളുണ്ട്.
അതിലൊരു സ്കൂളിൽ മോഹൻ ഭാഗവതും താമസിക്കുന്ന സ്ഥലമാണ് പല പരിപാടിയും. അവരുടെ പ്രധാനപ്പെട്ട RSSൻ്റെ അഖിലേന്ത്യാ ക്യാമ്പ് നടന്ന സ്ഥലമാണ്. മോഹൻ ഭാഗവത് എന്ന് പറഞ്ഞാൽ Z കാറ്റഗറി സെക്യൂരിറ്റി ഉള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ Z കാറ്റഗറി സെക്യൂരിറ്റി ഉള്ളൊരു മനുഷ്യൻ താമസിക്കുന്ന കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലത്തു നിന്നാണ് ഈ ബോംബുകൾ കിട്ടുന്നത്. അപ്പോൾ അതിനൊന്നും ഒരു ഗൗരവമില്ലേ? RSSകാർക്ക് ഒരു ഗൗരവം വേണ്ടേ? ഞങ്ങളുടെ സംഘചാലകം ഒന്ന് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ബോംബ് കിട്ടി, പിണറായി വിജയൻ്റെ പോലീസിന് ഒരു സുരക്ഷയില്ല, ഈ ബോംബ് വെച്ചവനെ കണ്ടുപിടിക്കുന്ന RSSകാർ പറയണ്ടേ? എന്താ അവർ പറയാത്തത്? അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അളവ് താമസിക്കുന്ന Z കാറ്റഗറി സെക്യൂരിറ്റി താമസിക്കുന്ന സ്ഥലത്ത് നിന്നാണ് ബോംബ് കിട്ടുന്നത്. അവർക്കൊരു പ്രശ്നമില്ല. അത് ചിലപ്പോൾ മോഹൻ ഭാഗവതിനെ കൊല്ലം കൊണ്ടെന്ന് വെച്ചാണെങ്കിലോ അതന്വേഷിക്കണ്ടേ? ആർക്കും ഒരു വിഷമമില്ല. ആകെ വിഷമിക്കുന്ന രണ്ടുപേര് സുരേഷ് ബാബുവും ശിവൻകുട്ടിയാണ്. പക്ഷെ രണ്ടുപേരുടെയും നിസ്സഹായതയുടെ രോദനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.